ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിന്ന് DIY മാറ്റിപ്പോയി മിസ്റ്റർ DIY മാറ്റിപ്പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കലാണ് കേട്ടോ. കുറച്ചെന്ന് പറയുമ്പോൾ കുറേ പറഞ്ഞില്ല, എൻ്റെ മീഡിയം ലെവലിലാണ് കേട്ടോ കാണിച്ചു തരാം. ഞങ്ങൾ ആദ്യം തന്നെ ഒരു കൊട്ട വാങ്ങിച്ചിട്ടാണ് ഇട്ടത്. റൂമിലേക്ക് വെച്ചിട്ടൊക്കെ മാച്ചിങ് ആയിട്ടുള്ള കൊട്ട വാങ്ങിച്ച്, പിന്നെ സ്റ്റോറേജ് ബോക്സ്, മിനി ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുള്ളൂ. മിനി ആയിട്ടുള്ളത് കുഴപ്പമില്ലാത്ത സൈസ് സ്റ്റോറേജസ് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ജേണൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമുള്ള നല്ല പിങ്കും ക്രീമും ബ്ലൂമായിട്ടുള്ള കളേഴ്സിന് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഒരു ചീപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, കോമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പ്. എന്താ ഇതൊക്കെ പൊട്ടിക്കട്ടെ. ഇതെന്തൊരു വെക്കുന്നു ചീപ്പെടുക്കാൻ വേണ്ടി, പക്ഷേ ചീപ്പല്ല, കത്തിരിക്കെടുക്കാൻ വേണ്ടി പോയതാ. നല്ല അടിപൊളിയായിട്ടൊരു ചീപ്പുണ്ട്. സ്മൂത്തായിട്ടുള്ളൊരു ഒരു ഷെല്ലിൻ്റെ ഒക്കെ പോലെ നല്ല അടിപൊളിയായിട്ട് ചീപ്പുണ്ട് കേട്ടോ ഗൈസ്. ചീപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. അവിടെ ഞാൻ അത് മാറ്റു. പിന്നെ സ്റ്റിക്കർ ഷീറ്റ്സ് പോലത്തെ ഇതുണ്ട്, കട്ടി പൊട്ടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഓ ഗൈസ്, ഇത് ഫുൾ ഓഫ് സ്റ്റിക്കേഴ്സ് ആണ്. നോക്കിയപ്പോൾ ഓയ് തേന ഗൈസ്, ലെറ്റേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ കുറേ ഉണ്ട് ഇത് ലെറ്റേഴ്സിന് തന്നെ പല ഇതായിട്ടുള്ളതുണ്ട്. പിന്നെ നമ്പേഴ്സിൻ്റെ ഉണ്ട്, ലൗന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ കുറേ ഷീറ്റ്സ് ഉണ്ട്. എത്ര ഷീറ്റ്സാണെന്ന് കറക്റ്റ് അറിയില്ല, കുറേ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഷീറ്റ്സ് ഇതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗൈസ്. സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഒരു വാഷി ടീപ്പിൻ്റെ സെറ്റ് വാങ്ങിയിട്ട്, കവായി വാഷി ടീപ്പിൻ്റെ. നല്ല രസം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാഷി ടീപ്പ് കേട്ടോ. മൈ ഗുഡ് ക്യാപ്പിബാറിൻ്റെ ആണ് ഗൈസ്. നോക്കി നോക്കാം ഇത് ഏതെടുക്കുന്നുള്ളൊരിതില്ല ഗൈസ്. ചിലതൊക്കെ വലിയ സൈസ് ഉണ്ട് കേട്ടോ ഗൈസ്. വലിയതാണിത്, ഇത് വലിയ സൈസ് വാഷി ടീപ്പ് ഗൈസ്. സൈസ് ക്യാപ്പിബാറിൻ്റെ സെറ്റാണ് കേട്ടത്. ക്യാപ്പിബാറാന്ന് എഴുതിയിട്ടുള്ളൊരു ഇതുണ്ട്. ഭയങ്കര ഇഷ്ടമുണ്ട് ഗൈസ് കവായി വാഷി ടീപ്സ്. പല മോഡലാണ്. എനിക്ക് ഒരേ മോഡലുള്ളത് അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. പല മോഡലുള്ളതാണ് ഇത്. ക്യാപ്പിബാറ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപ്പിബാറിൻ്റെ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതാക്കാൻ പറ്റുന്ന സൈസ് നല്ല അടിപൊളി കവായി വാഷി ടീപ്പാണെങ്കിൽ കവായി സ്റ്റിക്കറിനാണ് കേസ് വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ലീപ്പിങ്ങിൻ്റെ ഒരു ഇതാണ്. സ്ലീപ്പിങ് കിടക്കുന്ന സമയം കണ്ണിലൊക്കെ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇങ്ങനെ ഇത്
ഷീറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഗൈസ്. ഈ കാർഡ്ബോർഡാണ് കേട്ടോ ഗൈസ്, മിനി കാർഡ്ബോർഡ്. ഓക്കെ, നമുക്ക് ഓരോരോ പീസസ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഗൈസ്. കുറേ പീസുള്ള ബുക്കാണ് ഇത്, ബുക്കും ഇതും. പിന്നെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കണം, നല്ല അടി ക്യൂട്ടായിട്ടുള്ളൊരു ഇതും. പിന്നെ ക്യാപ്പിബാഡിൻ്റെ തന്നെയാണ് കേട്ടോ, ഇതും ക്യാപ്പിബാഡിൻ്റെയാണ്. ഞാൻ ഇതും ക്യാപ്പിബാഡ് അതിൻ്റെ നീ വിചാരിക്കേണ്ട ഈ ക്യാപ്പിബാഡിൻ്റെ ഇതാണ് ഞാനിപ്പോൾ അതിൽ എനിക്ക് വേഗം എഴുതാനുള്ള ആഗ്രഹിച്ചില്ല. ഞാൻ ഫാത്തിമ സഹറിൻ എന്നെഴുതാണ് കേട്ടോ. നല്ല രസമുണ്ട്. നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ഡയറി, കുഞ്ഞു ഡയറി വാങ്ങിച്ചു. കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള ലക്കെന്നും പറഞ്ഞിട്ടുള്ളൊരു ഡയറി കിട്ടും. തുറക്കുന്ന പേജിൽ തന്നെ ഇങ്ങനെയാണുള്ളത്. നമുക്കത് ഓരോരോ ബുക്ക് മാർക്കേഴ്സ് പോലെയുള്ള പേജസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ പേജ് കീറിയിട്ട് ബുക്ക് മാർക്കിങ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. ബെയറിൻ്റെ കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. നല്ല പേജസുള്ള, നല്ല എന്താ പറയാന്ന് എനിക്കറിയില്ല, നല്ല രസമുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടുള്ളത്. കുറേ പേജുള്ള ഡയറി, കുഞ്ഞു കുഞ്ഞു ഡയറീസ്, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അടുത്തുള്ളത് കണ്ടു, ഒരു പേനയമ്മ എനിക്ക് കടയിൽ സെയിം ആയിട്ടുള്ള ബുക്കും പേനും. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. ടെഡി ബിയറിൻ്റെ ബുക്കും ടെഡി ബിയറിൻ്റെ പേനയും. നമുക്ക് ഇതിലും എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ഫാത്തിമ സഹറിൻ അങ്ങനെ തന്നെ ഞാൻ എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് ക്യാപ്പ് എടുക്കും, ക്യാപ്പാണ് മാറ്റം. ക്യാപ്റ്റാണ് കട ഇങ്ങനെ നോക്കാം. നമുക്ക് ഫാത്തിമ എന്ന് എഴുതാം. സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് നല്ല ക്യൂട്ടായിട്ടുള്ള പേനയാണ് ഫാത്തിമ. നല്ല രസമുണ്ട്. ബ്ലാക്ക് കളർ പെന്നാണ് കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് ബ്ലാക്ക് കളർ പെന്ന് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് ബ്ലാക്ക് കളർ പെന്ന് കിട്ടി. ഇനി ലാസ്റ്റ് വണ്ണാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ നല്ല അടിപൊളിയാണല്ലോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു ക്യൂട്ടായിട്ടുള്ള യൂണിക്കോണിൻ്റെ ബുക്കുണ്ട്. അപ്പം നമുക്ക് അതിലെനിക്കൊരു ജേർണൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ 2 ജേർണൽ ചെയ്തു, 1 ജേർണൽ പകുതിയുള്ളൂ. ആ ജേർണൽ കംപ്ലീറ്റ് ആക്കണമെന്നില്ല, അത് വേറൊരു ദിവസം ഞാൻ കംപ്ലീറ്റ് ആക്കും. പിന്നെ എനിക്ക് ആ ഒരു ബുക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കവായി ജേർണലിങ് ചെയ്യണമെന്ന്, പക്ഷേ എനിക്ക് പറ്റിയ സൈസ് സംഭവമില്ല. അതില്ലാത്ത കാരണം നമുക്ക് സ്റ്റിക്കേഴ്സും കവായി ഇതും ഞാൻ വാങ്ങിച്ച സ്റ്റിക്കർ ബുക്കിൽ സ്റ്റിക്കർ ഷീറ്റ്സ് നമുക്ക് ചെയ്യാൻ വിചാരിച്ചു. ലാസ്റ്റ് വൺ ഒരു ബിഗ്ഗസ്റ്റ് പേനയാണ്, ടോളസ്റ്റ് പേനയാണ്. നല്ല രസമുള്ള പേനയുണ്ട്. ഇവിടെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. പിന്നെ ഇവിടെ പിടിച്ചേക്കുമ്പോൾ നമുക്കിത് കൊണ്ടുവന്ന് എഴുതാം. അതിൽ കേട്ട് പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്കിനി രണ്ടാമത് സേനവാന്ന് എടുക്കും. ഭയങ്കര വെയിറ്റ് കിട്ടോ. ഈ സീനൊക്കെ എഴുതൽ നടക്കണ കാര്യമൊന്നുമില്ല.
ഓക്കെ, ഇതും ബ്ലാക്ക് കളർ തന്നെ ഉണ്ടോ ഗൈസ്. സ്ഥിരം രണ്ടും ബ്ലാക്കാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബ്ലൂ പെയിന് വേണം. അപ്പോൾ നമുക്ക് സ്കൂളിലും കൊണ്ടുപോകാം. സ്കൂളിൽ ബ്ലാക്ക് പെൻ കൊണ്ടുപോയാലും ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതാൻ പറ്റില്ല. നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല സോഫ്റ്റ് കണ്ട്. പക്ഷേ എഴുതുന്ന സമയത്ത് ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇതിങ്ങനെ വരും. അപ്പം നമുക്ക് എഴുതാൻ കുറച്ച് പാട് വരും. രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, മൈ ഫേവറേറ്റ് മൈ മോസ്റ്റ് ഫേവറേറ്റ് അങ്ങനെ. നിങ്ങൾ ശരിക്കും ഈ സ്റ്റോറി വ്യൂ ബോക്സിൽ ഇങ്ങനെ എന്തോ തുറന്നും വെച്ചിട്ടാണെന്നല്ലേ. ഇതിലൊന്നും ഇല്ലെങ്കിലും കാണിച്ചു തരാൻ വെക്കാനുള്ള സാധനം ഇത് കണ്ടോ. ഇതിന് കുറച്ച് നല്ല വലുതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിങ്ങനെ വച്ചിരിക്കുമല്ലോ. ഇല്ലേ 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 ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കൊള്ളി നമുക്ക് ഫില്ലാക്കിയിട്ടാണ്. എനിക്കിപ്പോൾ എത്ര ഇതുണ്ടെന്നായിരിക്കും, എത്ര കവായിയുടെ ഇതുണ്ടെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര ഇതിലുള്ള സെറ്റാണെന്നല്ലേ എനിക്കറിയില്ല കേട്ടോ ഗൈസ്. എനിക്കെന്നെ അറിയില്ല ഇത് എത്ര ഇന്ത്യയാണ്. നമുക്ക് നോക്കണം, നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇതുള്ളതാണ് ഗൈസ്. ഇതിന് അത്യാവശ്യം റേറ്റ്സ് ഉണ്ട്. നല്ല അഫോർഡബിൾ റേറ്റ്സിനൊക്കെയാണ് നമുക്കത് കിട്ടുകയും ചെയ്യാം. നമുക്കത് ആവശ്യത്തിനുള്ള റേറ്റ്സിനുണ്ട്. നമുക്ക് പിന്നെ നല്ല രസമാണ്. കട്ട എനിക്കാണ് നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഈ സ്റ്റിക്കർ ബുക്കും മൈ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഗൈസ്. ഇച്ചിരൊന്നും കൂടി ഡിലക്ടേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ വേറെ കടയിൽ നിന്ന് ഒരു കട ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. വേറെ കടയിൽ ചെന്നപ്പോൾ അവിടെ നിന്നും കിട്ടിയില്ല. അപ്പം വേറെ കൊടുത്തില്ല, നമുക്ക് വേറെ കടയിൽ നിന്ന് വേറെ കടയിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് വിലവിനെടുത്തിട്ടില്ലായിരുന്നു എനിക്ക് ഞങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് പോയി. എൻ്റെ ഫേവറേറ്റ് ഇപ്പം മോസ്റ്റ് ഫേവറേറ്റ് കടയായിട്ട് വന്നിരിക്കുകയാണ് കഴിച്ചത്. പല പലതരം സ്റ്റിക്കേഴ്സ് ഇട്ടോ. നിങ്ങൾ ആ കടയിലൊക്കെ പോയില്ലെങ്കിൽ സ്റ്റിക്കർ വാങ്ങാൻ മറക്കരുത്. നല്ല അടിപൊളി ക്വാളിറ്റി വൈസസ് നോക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇനി ഒന്നും വാങ്ങാനില്ല എനിക്ക്. ആ കടയിൽ പോകണമെന്ന് എത്ര ദിവസത്തെ ആഗ്രഹമെന്നറിയുള്ളൂ. അത് ഈ പ്രാവശ്യമാണ് തീർച്ചയായിട്ടും. ഇനി നമുക്ക് എനിക്ക് നിങ്ങൾ വിചാരിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഇതും ഇത്ര എനിക്ക് മൈ മോസ്റ്റ് ഫേവറേറ്റ്സാണ്. പിന്നെ ഇത്രയും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്സാണ്. ഇത്രയും എൻ്റെ അതിനേലും മോസ്റ്റ് ഫേവറേറ്റ്സാണ്. അതായത് ഇതെല്ലാം അതേപോലെ തന്നെ. എനിക്ക് ഇതിലൊക്കെ ഇനി എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ആ കുറച്ച് സാധനങ്ങൾ ഇതിൽ വെച്ചങ്ങനെ അതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ബൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.